സമാധാനിപ്പിക്കാൻ മുടക്കൂ എന്ന് പറഞ്ഞാ പോരാ, മുടക്കണം. നീ പറയുന്ന പോലെ അല്ല മോളെ, ഇത് നിന്റെ അച്ഛൻ മുടക്കും. നിവർത്തി കിടുമ്പോൾ കുഞ്ഞുമോളെ പോയെന്ന് കാണും. ഞാൻ ചിലത് പറയും. അവിടെ മുടങ്ങും ഈ കല്യാണം. കുഞ്ഞുമോൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു രാജതന്ത്രം എന്റെ കയ്യിലുണ്ട്. അതിലവൾ വീഴും, ഞാൻ വീഴ്ത്തും. നിവർത്തികേടെന്ന് പറഞ്ഞ ഇനി എപ്പോഴാ? ഇതിനപ്പുറം നിവൃത്തികേട് ഇനി എന്തു വരാനാ? നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. എന്താന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഒന്ന് ചെയ്യ്. വിവാഹ തലേന്ന് വരെ കാത്തിരുന്നിട്ട് നിങ്ങൾ രാജതന്ത്രവും തേങ്ങാക്കൊലൊന്നും നടന്നില്ലെങ്കിൽ അവൻ അവളുടെ കഴുത്തിൽ താലി കിട്ടും. പിന്നെ നമുക്ക് അവിടെ പോയി നിന്ന് കൊരവിടാം. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് വരെ ഞാൻ നോക്കും. എന്റെ അച്ഛനെ കൊണ്ടത് സാധിച്ചില്ലെങ്കിൽ ഈ വിവാഹം മുടക്കാൻ എനിക്കറിയാം. കുടുംബത്തിലൊരു മരണം നടന്നാ വിവാഹം മാറ്റിവെച്ചല്ലേ പറ്റൂ. എന്റെ മരണത്തോടെ ഞാനത് മുടക്കും. ഇനി എന്ത് നടന്നാലും ഞാനറിയില്ലല്ലോ. അല്ല, അർജുൻ ആദ്യമായിട്ട് ഐശ്വര്യമോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ നേരിട്ട് മോളെ പരിചയപ്പെട്ടതിന് ശേഷം മോളെ എനിക്ക് ഇഷ്ടമായത്. ഇവളെ ആർക്കും ഇഷ്ടമോ? അങ്ങനല്ലേ ഞാനും തമ്പുരാട്ടും കൂടി ഇവളെ വളർത്തിയെടുത്തത്. നിങ്ങളുടെ മോന്റെ ഭാഗ്യവും. ഇനി അവന് വച്ചടി കേറ്റമായിരിക്കും. ഓഫായി കിടക്കാൻ നിങ്ങളെ പ്ലെയിനൊക്കെ ഇനി താനെ സ്റ്റാർട്ടായിട്ട് പോകും. അത്രയ്ക്ക് ഭാഗ്യം എന്റെ മോള് അല്ലേ? കാർത്തിക തമ്പുരാട്ടി എവിടെ? ആരോടോ ഫോണിൽ സംസാരിക്കോ? വരാന്ന് പറഞ്ഞു. നീ അവളോട് വരാൻ പറ. ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. ചെല്ലേ. എപ്പോഴും ഫോണിൽ കളിയാണ്. ഞാൻ വിളിക്കണമെന്ന് പറ. ചെല്ലങ്ങോട്ട്. എന്നെ ഭയങ്കര പേടിയാണ്. ഇപ്പൊ വരും. ഇല്ല മോള്? അച്ഛനും അമ്മയ്ക്കും തിരിച്ചു പോകാനുള്ള ഡേറ്റ് ഉടനെ ഫിക്സ് ചെയ്യണം. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാ. എന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലൈറ്റിൽ പോയാ പോരെ? ഞാൻ അർജുനോട് പറയാം. അത് ശരിയാ. വെറുതെ ബുക്ക് ചെയ്യണ്ട. ഉള്ള ചിലരുടെ കയ്യിരിക്കുമല്ലോ. ഹലോ ഉടായിപ്പേ. എന്താന്ന്? ബഹുമാനപ്പെട്ട അമ്മേ, മാഡം വിളിക്കുന്നു. എന്തൊരു പുല്ലിനെ? അവരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്റെ വാ അടപ്പിക്കാനല്ലേ? ഞാനങ്ങ് അമേരിക്കൻ കോളില് ഇംഗ്ലീഷ് സംസാരിക്കാനെന്ന് ചെന്ന് പോയി പറ. പറ്റില്ല. എന്ത് പറ്റാതെന്ത്? കൈയോട് കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. ആ തള്ളച്ചാതൊക്കെ അവിടെ ഇരുന്ന് പറയും. അതെ കൊച്ചേ, ഞാനിങ്ങ് ഓസ്ട്രേലിയയിലായതുകൊണ്ട് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണേ. ആ പെണ്ണുപിള്ള ആളെങ്ങനെ? ഇച്ചിരി ചിക്കിലേക്കുള്ള കൂട്ടത്തിലുള്ളത് തന്നെ. വലിയ ജാടയാണെന്നുള്ള കാര്യം മനസ്സിലായി. അല്ല, ആ തള്ളക്കേ വല്ല തലയ്ക്ക് ചെറിയ അസുഖമുള്ളതായിട്ട് കൊച്ചിനെങ്ങാനും തോന്നിയാ? അത് മനസ്സിലായില്ലേ? എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കിളി പോവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഞാൻ കരുതിയത് ഉള്ളത് എന്നല്ലേ? ഓ, ഉള്ളത് തന്നെ. അയ്യ, അപ്പൊ നീ നമ്മളെ ആളാണല്ലേ? പിന്നെ ഐശ്വര്യ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കണ്ട നിങ്ങളുടെ മോളാണെന്ന് പറയേയില്ല. ഐശ്വര്യ അതാര്? നിങ്ങളുടെ മോള്. എന്റെ ഈ മോള്. അയ്യോ, അവക്ക് കിട്ടിയിരിക്കുന്നതേ എന്റെ അമ്മേരെ ചായ. ഓ, എല്ലാരും പറയും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. എന്റെ സ്വന്തം ആ പെണ്ണിന് കിട്ടിയിട്ടുമില്ലെന്ന്. മാഡത്തിന്റെ അമ്മ രാജകൊട്ടാരത്തിലാണെന്നല്ലേ പറഞ്ഞേ? ഓ തന്നെ. കൊച്ചിലെ ഞങ്ങളങ്ങ് കൊട്ടാരത്തിലായിരുന്നു. അപ്പോ വാൾപ്പയറ്റൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടാന്നാ? എത്ര തവണ ഞാനിങ്ങനെ വാള് നിരത്തി വച്ചേക്കണ്. അത് മാത്രോ
പിന്നെ മറ്റേ വാളെടുത്ത് ഒരു ഒറ്റ വെട്ടി വെട്ടി വെക്കുമ്പോണ്ടല്ല ചൂരയുടെ തല വേറെ ചത വേറെ ആയിട്ട് കിടക്കും. ചൂരയുടെയോ? അയ്യോ ചൂരല്ല, അത് മീന്. ഇത് ചോര ചോര. പിന്നുണ്ടല്ല ചോരക്കളായി കൊട്ടാരം മൊത്തം. അപ്പോഴേ നീ ഈ ഉമ്പിടിത്തങ്ങന്ന് കേട്ടിട്ടുണ്ടോ? ആ തലമുറയിലെ അവസാന കണ്ണിയാണ് ഈ ഞാൻ. അപ്പൊ നിങ്ങളുടെ മകള് ലക്ഷ്മിയോ? ലക്ഷ്മി തന്നെയാണ് അവസാനത്തെ കണ്ണി. അപ്പൊ ഇതിനു മുമ്പേ പറഞ്ഞതോ നിങ്ങളാന്ന്? അപ്പൊ വേറെ വല്ലതും കേട്ടാ? അതെ, ഈ കടൽക്കാറ്റ് അടിച്ചിട്ടായിരിക്കും മാറി കേട്ടത്. ലക്ഷ്മി തന്നെയാണ് അവസാന കണ്ണി. ആദ്യം കണ്ടപ്പോ തന്നെ ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു. കുറെ ആലോചിച്ചിട്ടാ ഞാൻ പറയുന്നത്. തന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു രാജകുമാരിയെ പോലെ തനിക്ക് എന്റെ കൂടെ കഴിയാം. ഈ ഇഷ്ടം നേരത്തെ തന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. തന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ എനിക്കത് വിഷമാവും. എങ്കിലും തന്റെ മനസ്സിലെന്താന്ന് പറ. അതറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതാ